കോഴിക്കോട് അരയിടത്ത് പാലത്ത് സ്വകാര്യ ബസ് മറിഞ്ഞു. 20ഓളം പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ എന്ന പേരിൽ പണം പിരിക്കാൻ സർക്കാർ. ബജറ്റ് സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാൻ നീക്കം. ഉപയോഗിക്കുന്ന ദൂരത്തിനു മാത്രം യൂസർ ഫീ ഏർപ്പെടുത്താനും ആലോചന. തെരഞ്ഞെടുപ്പിന് മുൻപ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേർക്കുനേർ. BJP കമ്മീഷൻ കൂട്ടുകെട്ടെന്ന് AAP-യുടേത് സമ്മർദ്ദതന്ത്രമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി നാളെ 70 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളിൽ പ്രധാനമന്ത്രി മറുപടി പറയുമോ? രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടിയുടൻ. വഖഫ്, കുംഭമേള വിഷയങ്ങൾ ഉയർത്തി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. കോടിയേരിയും പിണറായിയെയും പരിഹസിച്ച് ശോഭാ സുരേന്ദ്രൻ. സനാതനധർമ്മത്തെ എതിർത്തതുകൊണ്ടാണ് കോടിയേരിക്ക് അർബുദം വന്നതെന്ന് ശോഭ. സമൂഹമാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തം. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള ആദ്യ വിമാനം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു. സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് 205 പേരെ. ഇന്ത്യക്കാരായ 18,000 കുടിയേറ്റക്കാരുണ്ടെന്ന് അമേരിക്ക. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമുള്ള അധിക നികുതി താൽക്കാലികമായി മരവിപ്പിച്ച് ട്രംപ്. നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയുടെ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി. കൊലപാതകം നടത്തിയ രീതിയും ആയുധമൊളിപ്പിച്ചതും ഫോൺ ഉപേക്ഷിച്ച ഇടവും പ്രതി പോലീസിനോട് വിശദീകരിച്ചു. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിക്കെതിരെ വാർത്താക്കുറിപ്പിറക്കി ഗ്ലോബൽ സ്കൂൾ. മിഹിർ സ്ഥിരം പ്രശ്നക്കാരനെന്നും നേരത്തെ പഠിച്ച സ്കൂളിൽ നിന്നും മാറ്റിയെന്നും വാർത്താക്കുറിപ്പ്. സ്കൂളുകൾക്കും ഗുരുതര വീഴ്ചയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. തൃശൂർ തോൽവി റിപ്പോർട്ടിൽ കോൺഗ്രസിൽ ആഭ്യന്തര അന്വേഷണം. വിശദാംശങ്ങൾ പുറത്തുവന്നത് എങ്ങനെയെന്ന് അന്വേഷിക്കുന്നു. അന്വേഷണ കമ്മീഷനിൽ പ്രസക്തിയില്ലെന്ന് കെ മുരളീധരൻ. തന്നെ DCC അധ്യക്ഷനാക്കാതിരിക്കാനുള്ള നീക്കമെന്ന് അനിൽ അക്കരെ.